കേറിവാടാ മക്കളയിൽ 4-ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. പക്ഷേ 2000 രൂപ വെച്ച് 3 ചോദ്യത്തിന് 6000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പം 4-ാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധി. മൈ ബോസ് എന്ന സിനിമ റിലീസായ വർഷം എ 2010, ബി 2015, സി 2012. റിലീസായ വർഷം അല്ലേ? വർഷം 10, 15, 12. 2012. 2012 വേണം പൂട്ടാം. 12. സി 2012 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇനി ഈ പറയാം നേടാം പ്രേക്ഷകർക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അവർ കാത്തിരിക്കുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഓ, ചോദ്യം. നമ്മൾ പോകുമ്പം ഇംഗ്ലീഷ്, തിരിച്ചു വരുമ്പം മലയാളം. ഏതാണ് സ്ഥലം? നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷെ തിരിച്ചു വരുമ്പോൾ മലയാളത്തിലായിരിക്കും. ഏതാണ് ആ സ്ഥലം? പക്ഷെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കാണും, ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ഇതിന്റെ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാരുണ്ട് ചിലര്. എനിക്കറിയാം, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിലരുണ്ട് ഇത് പറയുന്നതിന് മുമ്പേ പറയും, ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പറയും. ആ ക്ലൂ ഒന്നുമില്ലേ? പോയോ? ഗോവ. എങ്ങനെ മനസ്സിലായി? അല്ല, ഗോവയിൽ പിന്നെ അങ്ങനെ ആണല്ലോ. അതവിടുന്ന് പോയി, അങ്ങനല്ല. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തി ശാരദ നിലാവേ, എൻ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിൻ്റെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ കൂടെ ഇങ്ങനെ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ്, ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം വാ തുറക്കുന്നതേ ഉള്ളൂ. കേട്ടില്ലേ? നല്ല മനോഹരമായിട്ടാണ് പാടിയത്. ഇത് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അതിമനോഹരമായിട്ട് പാടുകയും അതിനുപരി നമ്മുടെ ദേവരാജൻ മാസ്റ്റർ സംഗീതം, അദ്ദേഹത്തിന്റെ സംഗീതം ഒരു രക്ഷയില്ല. അദ്ദേഹം തന്നെ ഇത് പാടിയിട്ടുണ്ട്, ഒരു കാസറ്റിൽ പാടി ഇറക്കിയിട്ടുണ്ട്. അതൊരു വേറൊരു ലെവലാണ്. അപ്പൊ എനിഹൗ നന്നായിരുന്നു പാട്ട്, വളരെ നന്നായിരുന്നു. അപ്പൊ നമ്മള് സി 2012 എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. 2012 ശരി ഉത്തരമാണ്. Again you won 2000 rupees. Now total 8000 rupees അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5-ാമത്തെ ചോദ്യം എടുത്തോളൂ. കുട്ടനാടൻ പുഞ്ച നീളെ എന്ന ഗാനം രാഹുൽ നമ്പ്യാർക്കൊപ്പം ആലപിച്ചത് ആരാണ്? എ റിമി ടോമി, ബി സിതാര, സി ജോത്സ്ന. ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും. റിമിയോ ജോത്സ്നയോ ആയിരിക്കും. ആരെങ്കിലും ഒരാളെ ഇങ്ങ് ധ്യാനിച്ചോളൂ. ഒരാളെ പറയാൻ പാടില്ല. 20 seconds. റിമി ടോമി. ഉറപ്പിച്ചു? റിമി ടോമിയെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. കുറെ നാളായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. 5-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് എ റിമി ടോമി. റിമി ടോമിയെ ഞാൻ അഴിച്ചു വിട്ടു. ഇതാ കടന്ന് തുള്ളുകയാണ്, തുള്ളി കളിച്ചിട്ട് പറയാണ് ഉത്തരം ശരിയാണ്. 2000 രൂപ എഗെയിൻ സമ്മാനമായി നേടിയിരിക്കുന്നു.
ടോട്ടൽ 10,000 റുപ്പീസ് ഇപ്പൊ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. Thank you. അതാണല്ലോ ഇതിന്റെ ഒരു അത്